ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പാണ്. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ കൈകാലുകളുടെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലീച്ചാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ മുഖത്തിന് കൊടുക്കുന്ന ശ്രദ്ധ കൈകാലുകൾക്ക് നൽകാറില്ല. അതുപോലെ തന്നെ ചിലരുടെ മുഖത്തിന് നല്ല നിറം ഉണ്ടാവും, പക്ഷേ കൈകാലുകൾക്ക് നിറം കുറവായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ചപ്പലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിനനുസരിച്ച് കാലുകളിൽ ടാൻ വരാറുണ്ട്. അതുപോലെ കൈകളിലാണെങ്കിലും കരിവാളിപ്പ് വരാറുണ്ട്. അപ്പോൾ കൈയിനും കാലിനും നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ ബ്ലീച്ച് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ വാളൻ പുളിയുടെ എക്സ്ട്രാക്റ്റ് ആണ്. പുളി നമ്മുടെ ചർമ്മം പെട്ടെന്ന് തന്നെ നിറം വയ്ക്കാനും അതുപോലെ സ്കിന്നിലുള്ള ചുളിവുകൾ മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. കടലപ്പൊടിയാണെന്നുണ്ടെങ്കിലും സൺ ടാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറാനും ചർമ്മം തിളങ്ങാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരമുറി നാരങ്ങയുടെ നീരാണ്. നാരങ്ങയിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. ഇതും നമ്മുടെ സ്കിന്നിന് നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ കൂടി നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ഈ മിക്സ് നന്നായിട്ട് പതഞ്ഞു വരും. ബേക്കിംഗ് സോഡ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നെസ് കിട്ടാനും നല്ലൊരു സ്ക്രബിങ് ഇഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് ഡെഡ് സ്കിൻസൊക്കെ മാറ്റാനായിട്ടും സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഇനോ ആണെന്നെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് രണ്ടും സെയിം ഇഫക്റ്റ് തന്നെയാണുള്ളത്. ലാസ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഹണിയാണ്. ഹണി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നെ നാച്ചുറലായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നന്നായിട്ട് നറിഷ് ചെയ്യാനും അതുപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഒരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിരൽ ഉപയോഗിച്ചോ ആദ്യം 1-2 ലെയർ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും 2-3 ലെയർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീണ്ടും 2-3 ലെയർ കൂടി തേച്ച് കൊടുക്കാം. ഇനി ഇത് 20 മിനിറ്റ് കഴിഞ്ഞ് സാധാരണ ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യാം. ചൂടുവെള്ളം ഒന്നും ഉപയോഗിക്കരുത്. സാധാരണ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് വാഷ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കൈ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ബ്ലീച്ച് അപ്ലൈ ചെയ്ത കൈ മറ്റേ കൈയിനേക്കാൾ 1-2 ഷെയ്ഡ് കളറ് കൂടിയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കഴുത്തിൽ കറുപ്പ് നിറം മാറാനായിട്ടും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. പെട്ടെന്ന് തന്നെ കറുപ്പ് നിറം മാറി കിട്ടും. പക്ഷേ മുഖത്തിന് നിങ്ങളിത് അപ്ലൈ ചെയ്യാനേ പാടില്ല. കാരണം നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മുഖത്തെ ചർമ്മത്തിന് ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ബേക്കിംഗ് സോഡ ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്കിത് ഫേസിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു.